ഹായ് ഹലോ നമ്മൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് മെഷർമെൻറ്റ് ടേപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സാധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന മെഷർമെൻറ്റ് ടേപ്പ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ അളവിൽ വരുന്ന മെഷർമെൻറ്റ് ടേപ്പാണ് വരാറ്. ഇതാണ് നമ്മൾ എപ്പോഴും അളവെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ ഒരു 10 mm കൂടിയതാണ് ഒരു സെൻറ്റിമീറ്റർ. ഇതാണ് സെൻറ്റിമീറ്റർ. ഈ ചെറിയ അളവിൽ കൊടുക്കുന്നതാണ് സെൻറ്റിമീറ്റർ. ഇത് 10 mm കൂടിയ. എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇലാസ്റ്റിക്കിൻ്റെ ഒക്കെ അങ്ങനെ കനങ്ങൾ പറയാനാണ് ഉപയോഗിക്കുക. ഇപ്പോൾ എലാസ്റ്റിക് ഒക്കെ വന്നിട്ട് 4 mm എലാസ്റ്റിക്, 6 mm എലാസ്റ്റിക്. 4 mm ഒക്കെയാണ് നമ്മുടെ മാസ്ക് ഒക്കെ അന്ന് തിക്ക് കുറഞ്ഞ എലാസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എലാസ്റ്റിക്കിൻ്റെ കനം പറയാനാണ് അധികം, അങ്ങനത്തെ കനങ്ങൾ പറയാനാണ് വെച്ചാൽ യൂസ് ചെയ്യാറ്. സെൻറ്റിമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറ് നമുക്ക് ഒരു തുണി മുറിച്ചെടുക്കുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ വരുന്നത്. ഈ ഒരു ചെറിയ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ സെൻറ്റിമീറ്റർ. ഈ 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ കണക്കൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാറ്. ഇത് വന്നിട്ട് നമുക്ക് ഇഞ്ചാണ്. ഇങ്ങനെയാണ് ഇഞ്ചിൻ്റെ ഒരു ഭാഗം വരുന്നത്. 2.54 സെൻറ്റിമീറ്റർ ആണ് 1 ഇഞ്ച്. 2.54 സെൻറ്റിമീറ്റർ ആണ് 1 ഇഞ്ച് വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കാനൊക്കെ ഈ ഒരു ഇഞ്ചാണ് ഉപയോഗിക്കാറ്. അതുപോലെ നമ്മൾ ക്ലോത്തിൻ്റെയൊക്കെ കനം പറയില്ലേ, ക്ലോത്തിൻ്റെ വിടുത്ത് പറയില്ലേ, ആ വിടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ ഇഞ്ചാണ് പറയാറ്. ഇപ്പം എത്ര വിടുത്ത് എന്നൊക്കെ ചോദിക്കുമ്പം 60 അല്ലെങ്കിൽ 34, 42 അങ്ങനെയൊക്കെയാണ് തുണിയുടെ വിടുത്ത് വരാറ്. അപ്പം അതൊക്കെ ഇഞ്ചിലാണ് പറയുന്നത്. അതുപോലെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കാനും കൂടുതലായിട്ട് ഇഞ്ചാണ് യൂസ് ചെയ്യാറ്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ സെൻറ്റിമീറ്ററിൽ മെഷർമെൻറ്റ് എടുക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അത് സെൻറ്റിമീറ്ററിലാണ് എടുക്കാറ്. സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് എടുക്കുമ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 3 മീറ്റർ നീളമുള്ള ഒരു ടേപ്പാണ്. സാധാരണ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 മീറ്ററിൻ്റെയാണ്. ഇത് അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, 3 മീറ്ററിൻ്റെ ആണ് ഉള്ളത്. ഇത് നമുക്ക് ഹൈറ്റൊക്കെ എത്ര ഹൈറ്റാന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേപ്പാണ്. ഇങ്ങനെ ഇത് വല്ലപ്പോഴും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ എല്ലാവരും യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് ഇതാണ്. പിന്നെ അതുപോലെ 12 ഇഞ്ചാണ് വന്നിട്ട് ഒരു ഫീറ്റ് വരുന്നത്. 12 ഇഞ്ചാണ് ഒരു ഫീറ്റ് വരുന്നത്. ഈ ഫീറ്റിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റാർ പോലെ ഇങ്ങനെ കാണാം. 12 ഫീറ്റ്, ഒരു ഫീറ്റ് 12 ഇഞ്ച്, 24 ഇഞ്ച് 2 ഫീറ്റ് അങ്ങനെ വന്നിട്ട് കാണാം. എല്ലാ ഭാഗത്തും നമുക്ക് 5 ഫീറ്റാണ് ഒരു ടാപ്പ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.